ഹലോ മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ ഇഞ്ചി പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു അര സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ തേങ്ങ ചേർക്കാത്ത പച്ചടിയാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാകാതിരിക്കും. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം 3 വലിയ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 1 ചേർത്തത്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അതിനുശേഷം കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. ഇനി ഇഞ്ചി പേസ്റ്റ് ചേർക്കണമെങ്കിൽ അതും കുഴപ്പമില്ല. ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കട്ടിയുള്ള തൈര് ഉടച്ചെടുത്തത് ഒരു 2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ച് കൊടുക്കാൻ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല കട്ടി തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി ഉടനെ കഴിക്കാതെ ഒരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം കഴിച്ചാൽ ആ ഇഞ്ചിയുടെ ഫ്ലേവർ ഫുള്ള് ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.